ദേ, നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വയ്ക്കും. പക്ഷേ അറ്റ് ലാസ്റ്റ് അത് നടക്കത്തില്ല. പക്ഷേ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അതിപ്പോൾ യാത്രയായാലും എന്ത് കാര്യമായാലും, അത് പെട്ടെന്ന് തന്നെ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അതുപോലുള്ളൊരു യാത്രയാണ് ഇത്. നിങ്ങൾ വിചാരിക്കും യാത്ര മീൻസ് ഒരു യാത്രയാണെന്ന്. ശരിക്കും ഇതൊരു ഫുഡ് തേടിയുള്ള യാത്രയാണ്. ഒരുപാട് ഹൈപ്പ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കിട്ടിയ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഈ ഫുഡ് അവിടെ ഉള്ളൂ എന്നൊക്കെ കേട്ടപ്പോൾ ഒരു തോര, നമുക്കെന്നാൽ ഒരു വലിയ ഡിസ്റ്റൻസും ഇല്ല, എന്നാൽ ഒരു അരമണിക്കൂർ റൈഡ് ഒരു സൈഡ് ഉണ്ടായിരുന്നു. എന്നാലും വെച്ചു പിടിച്ചു അങ്ങോട്ടത്തേക്ക്. പക്ഷേ കൊള്ളാം, യാത്രയും കൊള്ളാം, ഫുഡും കൊള്ളാം. ഇത് ഇത്രയ്ക്കുള്ള ഹൈപ്പിനുണ്ടോ എന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നി. ഞാൻ കഴിച്ചത് നല്ല പുട്ടും പോർക്കുമാണ്, പുള്ളി കഴിച്ചത് നല്ല കപ്പയും പോർക്കുമാണ്. പോർക്കിന് മാത്രമാണ് ഇവിടെ ഭയങ്കര ഹൈപ്പ്. അപ്പോൾ എന്തായാലും പോർക്ക് കഴിച്ചില്ലേ മോശമാവില്ലേ? കപ്പ കൊള്ളായിരുന്നു, കപ്പ നല്ല ഉടഞ്ഞ കപ്പയായിരുന്നു, കറക്റ്റ് വേവും ഒക്കെ ആയിരുന്നു. പോർക്കൊരു ആവറേജ് ആണ്. പോർക്കിൻ്റെ തോരനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇതൊരുമാതിരി പെരട്ട് പോലത്തെ സംഭവം. പക്ഷേ കൊള്ളാം, ഒരു 10-ഒരു 5-5.5 കൊടുക്കാം. അത്രേ എനിക്ക് തോന്നിയുള്ളൂ, അതിനപ്പുറമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ കൊള്ളാം. ഇതിങ്ങനെ അടുപ്പിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഇങ്ങനെ തീ ഇട്ടേക്കാണ്, അതിങ്ങനെ തിളച്ച് ഇങ്ങനെ കിടക്കുകയാണ്. തിരിച്ച് വളരെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഒരു തിരിച്ചു വരവ്. അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പോർക്കൊക്കെ കഴിച്ചത് കൊണ്ട് എന്താ പറയുക, വീട്ടിലേക്ക് പാഴ്സലും മേടിച്ചു. ഈ പോർക്കൊക്കെ കഴിച്ചത് കൊണ്ടേ നമുക്ക് ഒരു ചെടുപ്പുണ്ടാവുമല്ലോ, ഒരു എന്താ പറയുക, ഒരു മത്ത് ഫീല്, അത് മാറ്റാൻ അടിപൊളി ഒരു സോഡ നാരങ്ങയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. പോർക്ക് അത്ര പോരെങ്കിലും ഈ യാത്ര അത് അടിപൊളിയായിരുന്നു. അപ്പോൾ സെറ്റല്ലേ?